அப்படிங்கிற ஒரு உயரிய கோட்பாட்டை உறுதி செய்யும் நம் நாட்டின் அரசியல் சாசன சட்டத்தை வழங்கி நம்ம நாட்டில் இருக்கிற எல்லாருக்குமே ஒரு பெருமை தேடி தந்தவர். ஒரு லண்டனுக்கு போய் ஒரு பாரிஸ்டர் பட்டம் வாங்கிய அம்பேத்கரை விட ஒரு வண்டி ஓட்டுறவர் தன்னை உயர்ந்தவனா நினைக்கிறார். அதுதான் அந்த சமூக கொடுமை தான் അവരെ സമത്വത്തിക്കാக പോരാട വെച്ചത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായെ കടന്നാക്രമിച്ച് നടനും DVK തലവനുമായ വിജയ്. ചിലർക്ക് അംബേദ്കർ എന്ന പേരിനോട് അലർജിയാണെന്നും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്നും വിജയ് പറഞ്ഞു. അംബേദ്കറിലൂടെയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് ഓരോ നാവിലും മുഴങ്ങുമെന്ന് വിജയ് പ്രതികരിച്ചു. അതേസമയം മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവരടക്കമുള്ള തമിഴ്നാട്ടിലെ നേതാക്കളെല്ലാം കക്ഷിഭേദമന്യേ അമിത്ഷായുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തി. പാപം ചെയ്യുന്നവർ മാത്രമേ പുണ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടൂ. രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ചിന്തിക്കുന്നവർ വിപ്ലവകാരിയായ അംബേദ്കറുടെ പേര് മാത്രമേ പറയൂ. അത് പരാമർശിക്കേണ്ടതാണ്, സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. അമിത്ഷായുടെ പരാമർശത്തിൽ അവലംബിക്കുകയാണെന്നായിരുന്നു ഉദയനിധിയുടെ പ്രതികരണം. IADMK വക്താവ് D. ജയകുമാറും അമിത്ഷായ്ക്കെതിരെ രംഗത്തെത്തി. അംബേദ്കറിനെതിരായ ഏത് അവഹേളനവും ജനം തള്ളിക്കളയുമെന്നും അമിത്ഷായുടെ പരാമർശം BJP തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു.